ലോകത്തിലെ ഏറ്റവും പിഴച്ച ഫുട്ബോൾ ലീഗുകളിൽ ഒന്നാണ് ഇന്തോനേഷ്യൻ ഫുട്ബോൾ ലീഗ്. അവിടെ പോയി സ്റ്റാർ ആവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത്രയും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് വേണം ഒരു താരം അവിടെ കളിക്കാൻ. 2019 നൂറിലേറെ ആളുകളുടെ മരണത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു പഴച്ച ലീഗ് കൂടിയാണ് ഇന്തോനേഷ്യൻ ലീഗ്. ആ ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പേടിയാവും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. ആ ഒരു ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പോയി അഡ്രിയൻ ലൂണ നിർത്തി കത്തിക്കുകയാണെന്ന് പറയുമ്പോൾ ലൂണ എത്രമാത്രം മികച്ച പ്ലെയർ ആണ് എന്ന് നമ്മൾ ഓർക്കണം. വെറുതെ ആ മനുഷ്യൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ വന്ന് കളിച്ച് ഭാവി കളഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചെന്നിട്ട് അധിക സമയമൊന്നും ആയില്ല, അദ്ദേഹം ടീമിലെ റെഗുലർ സ്റ്റാർട്ടറായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ടീമിന് വേണ്ടി ഒരു അസിസ്റ്റ് നേടി. 4 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് 1 ഗോളും 2 അസിസ്റ്റുമായിട്ട് ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിൽ ചെന്നിറങ്ങി അവിടെ സ്റ്റാറായി മാറാൻ അഡ്രിയാൻ ലൂണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലൂണയുടെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ടീമിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷ്യം. ലൂണയെപ്പോലെ ഒരു താരത്തിനെ വിട്ട് കളഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടം തന്നെയാണ്. ഈ ഒരു ക്ലബ്ബിൽ ലൂണ ഇത്രയും കാലം സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ ലാഭം മാത്രം നോക്കുന്ന ഈ ഒരു മാനേജ്മെൻറ്റ് ലൂണയോട് കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് നമുക്കിപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ ലൂണ അവിടെ നിർത്തി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലൂണ എവിടെ ചെന്നാലും മാന്ത്രികൻ തന്നെയാണ്. പ്രതിഭകൾ എവിടെ ചെന്നാലും അങ്ങനെ താഴോട്ട് കെട്ടുപോകാറില്ലല്ലോ. അതാണ് ലൂണ ഇന്തോനേഷ്യൻ മണ്ണിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.